നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്മിഷനുകളുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സിലബസ് എന്താണ്, പഠനം എന്താണ് എന്നൊക്കെയുള്ളതാണ്. അത് എന്നോടനുബന്ധിച്ചുള്ള BEdന്റെ തന്നെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ നേരത്തെ തന്നെ വന്നിരുന്നു. ഇനിയിപ്പോൾ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള സമയമായിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. എങ്കിൽ ഇപ്പോൾ വീണ്ടും പ്രധാനമായിട്ട് നമ്മൾ +2 കഴിഞ്ഞവരായാലും അതുപോലെ ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നവരും അതുപോലെ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് ഇപ്പോൾ പഠനം കഴിഞ്ഞവരും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധതരം സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഒരു സീരീസ് ആയിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിലേക്ക് നമുക്ക് പോവാം. കേന്ദ്ര മാനവശേഷി മന്ത്രാലയം കോളേജ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന 2024-25 അധ്യയന വർഷത്തിലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മുടെ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപേക്ഷകൾ നമ്മൾ ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലായിട്ടുള്ള scholarship.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിഗ്രിയും PGയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5 വർഷം നമുക്ക് സ്കോളർഷിപ്പ് തുടർച്ചയായിട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ PGക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് സ്കോളർഷിപ്പ് പുതുക്കി നൽകിയാൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് PGക്കും സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അവസാന തീയതി 31/10/2024 പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകർ 18-നും 25-നും മധ്യേ പ്രായമുള്ളവരും കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തിയ 2024 വർഷത്തെ +2 12ാം തരം പരീക്ഷയിൽ 80% മാർക്ക് കൂടുതൽ വാങ്ങി വിജയിച്ചവരായിരിക്കണം. ഏതെങ്കിലും റെഗുലർ ബിരുദ കോഴ്സിന് 1-ാം വർഷം ചേർന്നവർക്കാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. കറസ്പോണ്ടൻസ്, വിദൂര വിദ്യാഭ്യാസം, ഡിപ്ലോമ കോഴ്സ് ഇങ്ങനെയുള്ളവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആകെയുള്ള സ്കോളർഷിപ്പിൻ്റെ 50% പെൺകുട്ടികൾക്കായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത്. 15% SC വിഭാഗത്തിനും 7.5% സ്കോളർഷിപ്പ് ST വിഭാഗത്തിനും വരുന്നുണ്ട്. അതുപോലെ 27% സ്കോളർഷിപ്പുകൾ OBC വിഭാഗത്തിനായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഓരോ വിഭാഗത്തിലും 5% ഭിന്നശേഷി വിഭാഗത്തിനായിട്ടും നീക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരുദതലം മുതൽ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ബിരുദതലം മുതൽ പരമാവധി 5 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അതിൽ ബിരുദതലത്തിൽ 1 വർഷം 12,000 രൂപയും ബിരുദാനന്തര ബിരുദതലത്തിൽ 1 വർഷം 20,000 രൂപയുമാണ് സ്കോളർഷിപ്പ് തുക. സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് മെറിറ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ തുടർ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിനായിട്ട് ഓരോ വർഷങ്ങളിലും സ്കോളർഷിപ്പ് നമ്മൾ പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷകർക്ക് നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കിൽ ഏതെങ്കിലും ഒന്നിൽ സ്വന്തം പേരിൽ അസാധുവായിട്ടുള്ള ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ ഏത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നെങ്കിലും അവരവരുടെ പേരിൽ തന്നെയുള്ള അക്കൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് സ്കോളർഷിപ്പിന് അർഹരാകുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അക്കൗണ്ട് സ്വന്തം പേരിൽ തന്നെ വേണം എന്ന് പറയുന്നത്. അതുപോലെ ഓൺലൈനായി അപേക്ഷിച്ച ശേഷമുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അതിൻ്റെ ആധാറും ബാങ്കിൻ്റെ നമ്മുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയെ തന്നെ കൊടുക്കേണ്ടതാണ്. അദ്ദേഹമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നോഡൽ ഓഫീസർ. അദ്ദേഹം ഓൺലൈൻ വഴി അപേക്ഷ വെരിഫിക്കേഷൻ നടത്തി അതിനനുസരിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡാണ് നമുക്ക് അപേക്ഷ ഇത് ഓൺലൈനായിട്ട് ബാക്കി പാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിൽ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കോളേജുകളിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് അവരാണ് കറക്റ്റായിട്ട് അതിൻ്റെ പോർട്ടലിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്കോളർഷിപ്പ് പോർട്ടലിലാണ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. scholarship.gov.in എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഡിഗ്രിക്കും അതുപോലെ +2നും ഒക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുക.